എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിത്ത് കുവോട്. അന്നും ഇന്നും എൻ്റെ ഗുരുനാഥനായിട്ട് ഞാൻ ഓക്കെ മാഷയാണ് എപ്പോഴും. പിന്നെ ആദ്യമായിട്ട് മാഷ നാടകത്തിന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്ന സമയത്ത് അന്ന് മാഷ എന്നോട് പറഞ്ഞു, ഒരിക്കലും ഒരാളെ മുന്നിലും നീ മുഖം കാണിച്ചു കൊടുക്കണ്ട, നീ തന്നെ ചെയ്ത് പഠിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ അവർ എല്ലാവർക്കും ഇടുന്ന സ്പോഞ്ചും കാര്യങ്ങളും ലിപ്സ്റ്റിക്കും എല്ലാം ഇടുക. അത് തന്നെ ഞാൻ ഫോളോ ചെയ്യില്ല എപ്പോഴും വർഷങ്ങളായിട്ട്. ഒരു കണക്കിന് പറഞ്ഞാൽ അബൂബക്കറിന്റെ ഉമ്മ പറയുന്നു എന്ന്, നിങ്ങളെ ഏറ്റവും കൂടുതൽ ലോക സമൂഹത്തിന് ഇടയിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു നാടകമായിരുന്നു. ആ നാടകത്തിലേക്കുള്ള കാൽവെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടായിരിക്കും. തീർച്ചയായിട്ടും ഒരുപാട് ഒറ്റയ്ക്ക് എങ്ങനെ മേക്കപ്പ് ചെയ്യണം എന്ന് പറയുന്ന നാടകങ്ങൾ ശരിക്കും എന്ന് പറയുന്നത് നമ്മൾ മറ്റു നാടകങ്ങളിൽ അഭിനയിക്കുന്നത് പോലെയല്ല. മറ്റു നാടകത്തിൽ വലിയൊരു നാടകത്തിൽ നമ്മൾ ഇടക്ക് വരുന്ന ഒരു കഥാപാത്രം മാത്രമാണ്. നമുക്ക് ഒരുപാട് റിലാക്സ് ചെയ്യാനും എന്താ പറയാ, അങ്ങനെ നമുക്ക് വെള്ളം കുടിക്കാം, നമുക്ക് പറകിൽ പോയി സ്ക്രിപ്റ്റ് നോക്കാം. ആ സമയമാകുമ്പോൾ നമ്മൾ എത്തിയാൽ മതി. നമുക്ക് ഒരുപാട് ടെൻഷൻ കുറവാണ് വലിയ നാടകത്തിൽ. പക്ഷെ ഒറ്റക്ക് നാടകം കളിക്കുക എന്ന് പറയുന്നത് ഒരുപാട് ഉത്തരവാദിത്തമാണ്. ശരിക്കും ഞാൻ ഈ 2002 അബൂബക്കറിന്റെ ഉമ്മ തെരുവ് നാടകത്തിലേക്ക് മുരളിയേട്ടൻ എന്നെ വിളിക്കുന്നത്. അപ്പം അതൊരു തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിന്റെ ഭാഗമായിട്ടായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് പിന്നെ ഈ ഒരു തെരുവ് നാടകത്തിൽ പോകുന്നതും ഞാൻ മുരളിയേട്ടന്റെ നാടകത്തിൽ തന്നെയാണ്. അബൂബക്കറിന്റെ ഉമ്മ പറയുന്നു എന്ന നാടകം എത്ര സ്റ്റേജുകൾ നിങ്ങൾ ഇറങ്ങി? അത് നിങ്ങൾക്ക് ഏഷ്യൻ റെക്കോർഡൊക്കെ കിട്ടിയിട്ടുള്ള 3000-ന്റെ അടുത്ത് എത്താനായി. ഇപ്പോഴും നാടകം ഇറങ്ങുന്നത്? അതെ. അത് എപ്പോഴും ഏത് കാലത്തും ചെയ്യാൻ പറ്റുന്ന നാടകം, കലാതീതമാണ്. അതെ തീർച്ചയായിട്ടും. അത് മുരളിയേട്ടൻ തന്നെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അബൂബക്കറിന്റെ ശരിയായ ഉമ്മേന്റെ പ്രായത്തിലും രജിത ചിലപ്പോ ആ നാടകം കളിക്കുന്നുണ്ടാവും. അതുകൊണ്ട് അത് ഇന്ന സമയത്ത് മാത്രം കളിച്ച് നിർത്തേണ്ട ഒരു നാടകമല്ല, ഏത് കാലത്തിലും കളിക്കാൻ പറ്റുന്ന ഒരു നാടകം. മുരളിയേട്ടന്റെ, നമ്മുടെ പ്രിയപ്പെട്ട കരുവള്ളൂർ മുരളിയുടെ ഈ നാടകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ വീഡിയോയും കാര്യമൊക്കെ ആയിട്ട് ഈയിടെ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ട്. അത് വളരെ ഹൃദയസ്പർശമായിട്ടാണ് അദ്ദേഹം ഈ പറയുന്ന ഏകപാത്ര നാടകം അവതരിപ്പിക്കുന്നത്. എന്തൊക്കെ വെല്ലുവിളികളാണ് രചയിച്ചക്ക്? ഈ തെരുവ് നാടകം ചെയ്യുന്ന സമയത്ത് ശരിക്കും ഈ കേന്ദ്ര കഥാപാത്രം ഉമ്മ തന്നെയായിരുന്നു. അതിൽ 10-45 ആൾക്കാർ വേഷം ഇട്ടതായിരുന്നു അതില്. അപ്പം ഈ ഉമ്മ വന്നിട്ട് കയ്യൂരിന്റെ അത് പകൽ സമയത്താണ് നമ്മൾ നാടകം കളിച്ചത്. തെരുവ് നാടകം 5-6 സ്ഥലത്ത് കളിക്കുമായിരുന്നു. എത്രയോ നാടകങ്ങൾ ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ചെയ്തതായിരുന്നു. 2002 ഈ തെരുവ് നാടകം ചെയ്യുന്നത്. എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്രയും ജനങ്ങളെ നടുക്ക് നിന്നിട്ടാണല്ലോ തെരുവ് നാടകം കളിക്കുന്നത്. അപ്പോൾ ഈ ഉമ്മ കയ്യൂർ നടന്ന കാര്യങ്ങൾ, അന്ന് അനുഭവിച്ച പീഡനങ്ങൾ, സ്ത്രീകൾ അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങൾ, ഇതൊക്കെ പറയുന്ന സമയത്ത് ശരിക്കും ജനങ്ങളെടുക്കുന്ന കിട്ടുന്ന ഒരു പ്രതികരണം എന്നെ അത്ഭുതപ്പെടുത്തിയതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ തെരുവ് നാടകം നമുക്കൊരു ചെറിയൊരു കാലഘട്ടം മാത്രമല്ലേ കളിക്കാൻ പറ്റുള്ളൂ. അത് നിർത്തിയപ്പോൾ ശരിക്കും ഈ ഉമ്മ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിന് എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റാൻ പോകുന്നില്ല. എനിക്ക് എന്താ ചെയ്യേണ്ടത്? അപ്പോഴാണ് മധുവേട്ടൻ പറഞ്ഞത് നമുക്ക് മുരളിയേട്ടനോടൊന്ന് ചോദിച്ചാൽ. അതുവരെ ഏകപാത്ര നാടകങ്ങൾ നമ്മൾ എവിടെയല്ലോ ഇങ്ങനെ ഒറ്റ കണ്ടു എന്നല്ലാതെ ഒരുപാട് കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ മധുവേട്ടൻ എന്നോട് പറഞ്ഞു നമുക്കൊന്നും ഇത് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അതൊന്നും ശരിയാവില്ല, അപ്പൊ അതെല്ലാം അങ്ങനെ ഒറ്റക്കെല്ലാം കളിക്കാൻ കഴിയാ, ഇത്രയും ആൾക്കാർ വെച്ച് കളിച്ച നാടകല്ലേ. അതിനിടയിൽ ഒരു കാര്യം പറയട്ടെ, നേരത്തെ അമ്മ സപ്പോർട്ട് ചെയ്തു. അതെ. അപ്പൊ അതുപോലെ തന്നെ പിന്നീട് ജീവിത പങ്കാളിയായിട്ടുള്ള മധുവേട്ടനാണ്. പിന്നെ മധുവേട്ടൻ അതെ, കല്യാണം കഴിഞ്ഞ് നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നാടകത്തിൽ അഭിനയിച്ച സ്ത്രീകളെ തന്നെ കല്യാണം കഴിയുന്നതോടുകൂടി നാടകം നിർത്തേണ്ടി വന്ന എത്രയോ ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് എന്താ പറയാ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട്. അതെ ഉണ്ട്. പക്ഷെ മധുവേട്ടനെ സംബന്ധിച്ച് കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്നോട് പറയും, നീ നല്ലൊരു കലാകാരിയാണ്, നീ അടുക്കളയിൽ മാത്രമായിട്ട് ജീവിക്കേണ്ട ആളല്ല എന്ന് പറഞ്ഞ് എന്താ പറയാ നന്നായിട്ട് പ്രഷർ ചെയ്ത് മുന്നോട്ട് നയിച്ച ഒരാള് മധുവേട്ടന. പലപ്പോഴും മടിച്ചു നിന്നിട്ടുണ്ട്. ഒരു സ്ത്രീ എന്ന് പറയുന്ന നിലയിൽ എനിക്ക് ഒരുപാട് ശാരീരികമായ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ മതി, ഇനി എനിക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റില്ല, ഉറക്കൊഴിയല്, ഡയലോഗ് പഠിക്കല് എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ നോക്കിയിട്ട് പോലും മധുവേട്ടൻ വിട്ടില്ല. അപ്പോൾ ഈ മുരളിയേട്ടനുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ എന്തായിരുന്നു പ്രതികരണം? മുരളിയേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് ഈ കാര്യം സംസാരിച്ചു. മുരളിയേട്ട, ഈ ഉമ്മ എൻ്റെ അടുത്ത് നിന്ന് പോകുന്നില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഇത് ചെയ്തേ വിടുന്നില്ല, എനിക്ക് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പം മുരളിയേട്ടൻ പറഞ്ഞു, നോക്കാം നമുക്ക്. പക്ഷെ സംശയമാണ്, കാരണം ഒരാൾ ഇത്രയും കഥാപാത്രങ്ങൾ വന്നിട്ട് അപ്പൊ ഈ ഒരാളെ മാത്രം നമുക്ക് സ്റ്റേജിലേക്ക് ഭയങ്കര വെല്ലുവിളിയാണ് രചിത. അതത്ര എളുപ്പമല്ല, നമുക്ക് നോക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ മുരളിയേട്ടൻ എന്നോട് പറഞ്ഞു, നമ്മുടെ വനിതാ സാഹിതിന്റെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ടായിരുന്നു മൂത്തടുത്ത് സ്കൂളിൽ. എന്നോട് പറഞ്ഞു, അന്ന് രചിത പ്ലെയിൻ ആയിട്ട് രചിതേന്റെ ഡയലോഗ് മാത്രം എടുത്തിട്ട് വെറുതെ ഡ്രസ്സൊന്നും ഉപയോഗിക്കണ്ട, വെറുതെ ഒന്ന് ഇത് ചെയ്ത് നോക്കാം, നമുക്ക് നോക്കാം എങ്ങനെയുണ്ടോ ഒറ്റക്ക് നിന്നിട്ട് ചെയ്യുമ്പോൾ. ഞാൻ അന്ന് അതുപോലെ
ഒറ്റക്ക് നിന്നിട്ട് എൻ്റെ ഡയലോഗ് മാത്രം അവിടെ അഭിനയിച്ചു. അന്ന് മുരളിയേട്ടൻ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അപ്പം അത് കണ്ടു വന്നിട്ട് ബാക്കിലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, രചിത ഞാൻ ഇന്ന് രാത്രി തന്നെ എഴുതുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ നാടകം. പിന്നെ ഞങ്ങൾ മുരളിയേട്ടൻ്റെ വീട്ടിൽ വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ ഒരു ഗുരുകുല സമ്പ്രദായം പോലെ, അല്ലാതെ എന്താ പറയുക സാധാ നാടകത്തിന്റെ റിഹേഴ്സൽ പോലെ ആയിരുന്നില്ല. ഇല്ല. വൈകുന്നേരം ഞാനും അതുകൊണ്ടും പോകുമ്പോൾ കോമളേച്ചിയും മുരളിയേട്ടൻ്റെ ഭാര്യ കോമളേച്ചിയും മുരളിയേട്ടനും കൂടി ഇരുന്ന് നമ്മൾ 4 ആൾ. അപ്പം മുരളിയേട്ടൻ ആദ്യം തന്നെ ചെയ്തത് കയ്യൂർ സമരത്തിനെ കുറിച്ച് പറഞ്ഞു തരുവാ ചെയ്തത്. ഒരുപാട് കാര്യങ്ങൾ. തിരിച്ചു വരുമ്പോൾ ചിരസ്മരണ എന്ന് പറയുന്ന പുസ്തകം എനിക്ക് കയ്യിൽ തന്നു. രചിത ഇന്നൊന്നും നല്ലോണം മനസ്സിരുത്തി ഒന്ന് ഏറ്റവും നല്ല നാടകക്കാരൻ. അതെ. കാരണം നിങ്ങൾക്ക് എങ്ങനെ ഇത് സന്നിവേശിപ്പിച്ചെടുക്കണം എന്നുള്ള ഒരു ട്രെയിനിങ് ആണ്. തീർച്ചയായിട്ടും ആ പുസ്തകം വായിച്ചിട്ട് വല്ലാത്തൊരു അവസ്ഥയിലെത്തി ഞാൻ എത്തിപ്പോയി. ആ ഒരു അതോടുകൂടി എനിക്ക് എന്തായാലും ഇത് ചെയ്തേ പറ്റൂ, ഒറ്റക്ക് ചെയ്തേ പറ്റൂ എന്നുള്ള ഇത് ഞാൻ പ്രതിജ്ഞ എടുത്തു എൻ്റെ മനസ്സിൽ. അങ്ങനെ പിന്നെ എല്ലാ ദിവസവും മുരളിയേട്ടൻ്റെ വീട്ടിൽ പോയി മുരളിയേട്ടൻ്റെ മനസ്സിൽ ഇങ്ങനെയാണ് അത് വരേണ്ടത് രചിത എന്ന് പറയും. അതെ അങ്ങനെയാന്ന് പറയും. പക്ഷെ ഞാനത് ചെയ്ത് കാണിക്കുമ്പോൾ മുരളിയേട്ടൻ പിന്നെ ഈ നാടകമെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അതിങ്ങനെ ചെയ്യണമായിരുന്നു എന്ന് വിചാരിക്കുമ്പോൾ അതിന്റെ ഡബിൾ രചിത തരലുണ്ട്. അതാണ് ആ കലാകാരിന്റെ ഒരു മഹത്വം എന്ന് എപ്പം പറയലുണ്ട് മുരളിയേട്ടൻ. അപ്പൊ ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഞാൻ പലപ്പോഴും പറയണം, നാടക കലാകാരികളുടെ ഇടയിൽ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം അത് തന്നെയാണ് ഈ ഒരു നാടകം, അബൂബക്കറിന്റെ ഉമ്മ. ഈ നാടകത്തില് നമ്മളിപ്പം ഓരോ ഡയലോഗുകളുടെ കാര്യം എടുത്ത് ചോദിക്കുകയാണെങ്കിൽ എല്ലാം പ്രിയപ്പെട്ടതായിരിക്കും. തീർച്ചയായിട്ടും. എങ്കിലും രചിതേച്ചിക്ക് ഈ ഒരു നിമിഷം ഏതെങ്കിലും ഒരു ഡയലോഗ് നമുക്ക് വേണ്ടി ഒന്ന് പറയാമോ? നമ്മളെ കണ്ട് മക്കളെ, നമ്മളെ കണ്ട് 2 ദിവസം കഴിഞ്ഞപ്പോ നീലേശ്വരം കോവിലകത്തെ തമ്പ്രാക്കന്മാര് ചവിട്ടിക്കൊന്ന് പൊട്ടക്കിണറ്റിലെറിഞ്ഞ ശവം ദാ ഈ നിൽക്കുന്ന കുഞ്ഞിക്കാളോന്റെ അച്ഛന്റെ വീർത്ത് പൊന്തിയ ശവം നമ്മള് കണ്ട് മക്കളെ, നമ്മള് കണ്ട്. നീ ആ മോളെ ഊശലുള്ള പെണ്ണ് താഴെക്കാട്ടുമനയിലെ തമ്പ്രാനായാൽ എന്താ, സാക്ഷാൽ പടച്ചമ്പരാൻ തന്നെ ആയാലെന്താ, തോന്നിയാസത്തിന് വന്ന ഓന്റെ അളമത്തം പോലുള്ള മോത്ത് നോക്കി കാർക്കിച്ചൊപ്പ് നിനിക്കേ കയ്യോ, നീ ആ പെണ്ണ്. അതേ കണ്ട കൊര, നീ അന്ന് തീരെ ചെറിയോനാ. നിന്റെ അമ്മ മാണിക്യത്തിന്റെ പുറത്ത് തട്ടിച്ചിരിച്ചതാ ഞമ്മളന്ന്. പിന്നെ ഞമ്മള് കണ്ടത് മനക്കലെ കൊളപ്പുരേന്റെ പടയില് ഉടുത്ത പുട മുഴുവൻ ചോരയില് മുങ്ങി ചത്ത് കിടക്കുന്നവളെയാ നിന്റെ അമ്മ മാണിക്യത്തിന്റെ. റബ്ബേ, എന്തെല്ലാം ഞമ്മള് കണ്ട്, എന്തെല്ലാം ഞമ്മൾ അനുഭവിച്ച്. വളരെ നന്നായിരിക്കും. വാക്കുകളില്ല പറയാൻ. അഭിനയ രംഗത്ത് പകരം വെക്കാനില്ലാത്ത ഒരു അഭിനയ സിദ്ധിയാണ് ജയദേച്ചിക്ക് കിട്ടിയിട്ടുള്ളത്. ഇത്രയും കാലം ഇപ്പൊ 20 വർഷമായല്ലോ. അതെ. അപ്പം ഇത്രയും കാലങ്ങള് ചെയ്തു. അതുകൊണ്ട് തന്നെ ഡയലോഗെല്ലാം നമുക്ക് ഏത് പറഞ്ഞാലും, കാരണം അത് ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ആ ഉമ്മ ഇറങ്ങി പോകുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് ഉൾക്കൊള്ളാവുന്നതേ ഉള്ളൂ. അപ്പോൾ നാടകവിശേഷങ്ങൾ ഒരുപാട് പറഞ്ഞു. എന്നും താങ്ങും തള്ളുമായിട്ട് സപ്പോർട്ടായിട്ട് മധുവട്ടനാണ് കൂടെ ഉള്ളത് എന്ന് പറഞ്ഞു. അന്ന് വേറെ എന്തെങ്കിലും വെല്ലുവിളികൾ പല ലേഡീസും ഈ പറഞ്ഞ രീതിയിൽ നാടകരംഗത്ത് നിന്നും പുറകോട്ട് പോകുന്നതിന്റെ കാരണം തന്നെ സമൂഹത്തിൽ നിന്നുള്ള അത് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ. പക്ഷെ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് സരസ്വതീച്ചിൻ്റെ കൂടെയാണ് ഞാൻ നാടകത്തിന് പോയത്. പക്ഷെ ഞാൻ നാടകത്തിന് ഇറങ്ങിയ കാലത്ത് ഞാൻ പോകുന്ന എല്ലാ കലാസമിതികളും ഇടതുപക്ഷ ചിന്താഗതിയുള്ളവരുടെ EMS കലാസമിതി, അല്ലെങ്കിൽ കൃഷ്ണപിള്ള, അല്ലെങ്കിൽ അതുപോലുള്ള കലാസമിതികളിലാണ് ഞാൻ പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് പോലും ഒരു നടീന്നുള്ള ഒരു തരത്തിൽ നമ്മളോട് ആരും പെരുമാറിയിട്ടില്ല. അതൊരു വലിയ ഭാഗ്യമാണ്, സത്യം. അതൊരു വലിയ ഭാഗ്യമാണ്. പിന്നെ സരസ്വതി ചേച്ചി എപ്പോഴും എന്താ പറയാ, എപ്പോഴും ഞാനെപ്പോഴും പറയും, അമ്മ കോഴി കുഞ്ഞിനെ പിടിക്കുന്നത് പോലെ ചിറകു കൊണ്ട് തന്നെ കല്യാണം കഴിയുന്നത് വരെ അതെ. അന്നെല്ലാം എന്ന് പറഞ്ഞാൽ റിഹേഴ്സൽ എപ്പോഴും രാത്രിയായിരുന്നു. അതായത് എല്ലാവരും ജോലിക്ക് പോയി, അതെ കൂലിപ്പണിക്കെല്ലാം പോകുന്നവര് കലാസമിതിയിലായിരുന്നു അന്ന് റിഹേഴ്സൽ ഉണ്ടാവുക. അത് റിഹേഴ്സലിന് നമ്മൾ പോകുന്നത് ഒരു 7 മണിയാകുമ്പോഴേ നമ്മൾ എത്തുമ്പോഴത്തേക്ക് നല്ലൊരു കൂട്ടായ്മ
കൂട്ടായ്മയായിരുന്നു ആ കാലത്ത്. ഭയങ്കര രസമായിരുന്നു. നമ്മൾ കലാസമിതിയിൽ എത്തും, ഏറ്റവും ആദ്യം എത്തുന്നത് നമ്മളായിരിക്കും, അല്ലെങ്കിൽ OK മാഷായിരിക്കും. OK മാഷ് നമ്മളും കലാസമിതിയിൽ ഇരുന്ന് വർത്താനം പറയുമ്പോൾ ഈ പണിക്ക് പോയ ആൾക്കാർ വീട്ടിൽ വന്ന് കുളിച്ച് ഭക്ഷണം എല്ലാം കഴിച്ചിട്ടായിരിക്കും കലാസമിതിയിൽ വരിക. ഇവര് വരുന്നതോടൊപ്പം ഇവരെ കുടുംബത്തിൽ നിന്നും ആൾക്കാർ വരും, എല്ലാവരും കൂടി വരും. അങ്ങനെ ഈ ഇതില് വട്ടമിട്ട ആൾക്കാർ ഇരുന്ന് അതിന്റെ നടുക്കുന്ന റിഹേഴ്സൽ. പിന്നെ അതൊരു വലിയ കൂട്ടായ്മയായിരുന്നു. ഭയങ്കര തമാശ എന്ന് പറയുന്നത്, പല സ്റ്റേജിലും നടന്മാർക്ക് എന്ന് പറയുന്നത് അവർക്ക് ജോലിക്ക് പോകണം, അതിൻ്റെ ഇടയിൽ ഈ പഠനം, പിന്നെ പൈസ വിരിക്കാൻ പോകണം. ഒരു നാടകം കളിക്കാന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതല്ലേ. അപ്പൊ അതിൻ്റെ ഇടയിൽ ഈ ഡയലോഗൊന്നും ചിലപ്പോൾ എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ പല വേദിയിലും സ്റ്റേജിലൊക്കെ നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടന്മാർക്ക് ഇങ്ങനെ ഡയലോഗ് കിട്ടാത്ത സമയത്ത് പുറത്ത് നിന്ന്, അതായത് സ്ഥിരം നാടകം കാണുന്ന ആൾക്കാർ ഡയലോഗ് പറഞ്ഞു കൊടുക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ല കൂട്ടായ്മയുള്ള കാലമായിരുന്നു ആ കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കൂടെ ചോദിക്കട്ടെ, നമ്മളിപ്പം ഈ പറഞ്ഞ രീതിയിൽ ജീവനാഡിയായിട്ടാണ് നാടകത്തെ കണ്ടത്. അതെ, തീർച്ചയായിട്ടും. അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് കാണാം പല ആൾക്കാരും ഇപ്പം തിലകനെ പോലുള്ള, അതല്ലെങ്കിൽ പൊന്നമ്മയെ പോലുള്ള. നേരത്തെ ഞാൻ പറഞ്ഞത് ഒരു സ്ഥലത്ത് രാത്രി റിഹേഴ്സൽ കഴിഞ്ഞിട്ട്, അതുവരെ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ താമസിക്കുമല്ലോ. എന്തായാലും റിഹേഴ്സൽ കഴിഞ്ഞാൽ 2 മണി 3 മണിയെല്ലാം ആവും, ചില സ്ഥലത്ത് 6 മണിയെല്ലാം ആവലുണ്ട്. പിന്നെ രാവിലത്തെ ബസ്സിന് വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ടാണ്, കുറച്ച് ഉള്ളോട്ടുള്ള ഒരു സ്ഥലമായിരുന്നു, പോയിട്ടായിരുന്നു രാത്രി റിഹേഴ്സൽ കഴിഞ്ഞിട്ട് ഇവർ ചർച്ച ചെയ്യുന്നത്, ഇവരെവിടെയാ താമസിപ്പിക്കുക. അന്നേരമാണ് അവർ ചർച്ച ചെയ്യുന്നത്, അതിൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റും ആൾക്കാരെല്ലാം നിന്നിട്ട്. ഇത് സരസ്വതിക്ക് ഭയങ്കര പ്രയാസം ഉണ്ടാക്കി. കാരണം അങ്ങനെയല്ലല്ലോ സാധാരണ നമ്മൾ റിഹേഴ്സലിന് പോകുന്ന ദിവസം എവിടെയെങ്കിലും സെക്രട്ടറിന്റെ വീട്ടിൽ അല്ലെ പ്രസിഡന്റിന്റെ വീട്ടിൽ മുൻധാരണ ഉണ്ടാവുമല്ലോ. അന്ന് അങ്ങനെ സംസാരിക്കുമ്പോൾ സരസ്വതിക്ക് ഭയങ്കര പ്രയാസമായി. സരസ്വതി പറഞ്ഞു, ഇപ്പൊ സമയം 3 മണിയായി, നിങ്ങൾ ഇപ്പോഴാണോ നമ്മളെ താമസിപ്പിക്കേണ്ട സ്ഥലം അന്വേഷിക്കുന്നത്? അല്ല, അതല്ല സരസ്വതിയെ, അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇവര് ഭയങ്കര ഒരു വെപ്രാളത്തില്. എന്നിട്ട് അവസാനം ഒരാൾ തീരുമാനിച്ച് ഇതിൻ്റെ അടുത്തുള്ള വീട് തന്നെയാണ്, എന്നാൽ റോഡ് അടുത്തായതുകൊണ്ട് പുലർച്ചക്കത്തെ ബസ്സിന് പോവുകയും ചെയ്യാം, സമയം അത്രേ ഉള്ളൂ, 3 മണി അപ്പം തന്നെ ആയി. സരസ്വതി ചേച്ചി പറഞ്ഞു, പിന്നെ നമുക്ക് ഉറങ്ങണം എന്നൊന്നുമില്ല, ജസ്റ്റ് നമുക്കൊന്ന് ആ റൂമിലൊന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് കിടക്കണം, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു വീട്ടിൽ നമ്മളെ കൂട്ടിയിട്ട് പോയി. പക്ഷേ പിന്നെ വാതിലിന് മുട്ടിയിട്ട് വാതിൽ തുറന്നപ്പോൾ അവരെ ഭാര്യ പെണ്ണുങ്ങളെ കണ്ടപ്പോൾ അവരെ മുഖേ അങ്ങ് മാറി. കാരണം പാതിരാത്രിയാന്നല്ല 2 സ്ത്രീകളെയും കൂട്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇയാൾ വേഗം അകത്ത് പോയിട്ട് എന്തോ ഇങ്ങനെ സംസാരിക്കുമ്പം ഒച്ച കേട്ടു. എന്ന് വെച്ചാൽ അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല, കാരണം ഈ പാതിരാത്രിക്ക് സ്ത്രീകളെ കൂട്ടി വന്നത്. അപ്പോൾ സൈഡ് റൂം ഉണ്ടായിരുന്നു, പഴയ വീടായിരുന്നു. പഴയ വീട്ടിൽ പുറത്തൊരു റൂം ഉണ്ടാവില്ല, ആ റൂമിൽ പിന്നെ ആടെ പായുണ്ട് എന്നെല്ലാം പറഞ്ഞു. അവിടെ പോകുമ്പോഴത്തേക്ക് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, അവരെ നെല്ല് ചാക്ക് അങ്ങനെയുള്ളെല്ലാം ഇട്ട് വെച്ച ഒരു ഉപയോഗിക്കുന്ന റൂമാണ്. അങ്ങനെ അധികം വൃത്തിയൊന്നും ഇല്ലാത്ത ഭയങ്കര പ്രയാസമായി പോയി. അപ്പൊ സരസ്വതി പറഞ്ഞു, നമുക്ക് അങ്ങനെ ഉറങ്ങൊന്നും വേണ്ടല്ലോ മോളെ, എന്നെ ആശ്വസിപ്പിക്കുന്നു, നമുക്ക് നീ ഒരു കാര്യം ചെയ്തോ, എൻ്റെ മടിയിൽ കുറച്ച് സമയം കിടന്നോ, ഞാൻ ഇരുന്നോളാം, എനിക്കെന്തായാലും ഉറക്കൊന്നും വരുന്നില്ല. എന്നെ ഒരു ഇതാക്കിയിട്ട് എനിക്ക് സങ്കടമായി പോണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തോ ഒന്നറിയില്ല. അതേപോലെ കുറേ സമയം ഞാൻ സരസ്വതിച്ചിൻ്റെ പേര് ഇരുന്നു. പിന്നെ സരസ്വതിച്ചിൻ്റെ മടിയിലാടെ തലവെച്ച് കിടന്നു. സരസ്വതി ചേച്ചി എവിടെയായാലും ഒരു 5-5:30 എന്ന് പറയുമ്പോഴത്തേക്കുള്ള ആ ബസ്സിന് കണക്കാക്കിയിട്ട് അതേ ഉണ്ടായില്ലോ. അല്ലാതെ മറ്റൊരു തലത്തില്, അതായത് ഒരു നടീന്നുള്ള രീതിയിൽ എന്നോട് മോശമായിട്ടോ ഇന്ന് വരെ എനിക്ക്, കാരണം നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ 42 കൊല്ലം ആയി ഞാൻ നാടകരംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്, ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അത് എന്താ പറയാ, ഒരു സ്ഥലത്തുനിന്ന് പോലും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പ്രതികരിക്കും, എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. ഒരു നാടകത്തിൽ ആ പ്രായമായതുകൊണ്ട് തന്നെ ഏത് നാടകത്തെ പോലെ ഒരു ലവ് സീൻ ഉണ്ടാവും. അത് എന്നെ കാണുമ്പോൾ തന്നെ ഞാൻ ഡാൻസ് ചെയ്യുന്ന ആളായതുകൊണ്ട് ഏത് സംവിധായകരായാലും ഒരു ലവ് സീൻ ഒപ്പിക്കും. അതിലൊരു പ്രായം അതാണ്, പിന്നെ ഡാൻസും ഉണ്ടാവും. അതിലൊരു മാഷ്, അദ്ദേഹം ഇന്ന് മരിച്ചു, നമ്മളൊപ്പം ഇല്ല, മാഷ് എന്നോട് പറഞ്ഞു, ഇങ്ങനെ 2 സൈഡിൽ നിന്ന് സ്ലോ മോഷനിൽ വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കണം എന്ന് പറഞ്ഞു. അവൻ എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞു. അപ്പം അതെന്താ അങ്ങനെ കെട്ടിപ്പിടിക്കലെന്ന് പറഞ്ഞാൽ ഓൻ്റെ മേലേക്ക് ഇങ്ങനെ ചാഞ്ഞ്, ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റൂല മാഷെ, ചെയ്യാൻ പറ്റാത്തത് എങ്ങനെയാ വെച്ചാൽ. അങ്ങനെ മാഷ്ക്ക് ദേഷ്യം വന്നു. എന്നുവെച്ചാൽ ഞാൻ ചെറിയ പ്രായമാണ്, ഞാൻ പറഞ്ഞിട്ട് ഇവളെ അനുസരിച്ചില്ല, എന്താ സരസ്വതി ഞാൻ പറഞ്ഞിട്ട് കേൾക്കാത്ത എന്നുള്ള രീതിയിൽ. അപ്പൊ സരസ്വതി പറഞ്ഞാൽ അത് വേണ്ട മാഷെ, നാടകമല്ലേ, സിനിമയൊന്നും അല്ലല്ലോ, നാടകമല്ലേ, നാടകത്തിനൊരു പരിധി ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അല്ല, അത് നല്ലൊരു രസമായിരിക്കും അങ്ങനെ ചെയ്താലെന്ന്. ഞാനെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അധികം സംസാരിക്കാണ്ട് ഞാൻ സൈഡിൽ വന്നിരുന്നു, ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു മാഷ്ക്ക് മനസ്സിലായി ഇവള് ചെയ്യില്ലാന്ന്. പിന്നെ അത് മാറ്റി. പക്ഷെ ഈ ഒപ്പര അഭിനയിക്കുന്ന ആള് പേടിച്ച് പറയുന്നത്, കാരണം അവർക്കും